ഹായ് ആരവ് ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാട്ടോ. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കണ്ടു തുടങ്ങി ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇത് നമ്മൾ ചേമന്തി സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ബോർഡിൽ 2 റൗണ്ടായിട്ട് വരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഒരു 2 രൂപ കോയിൻ്റെ അളവിൽ ഒരു റൗണ്ട് വരച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു റൗണ്ട് കൂടി വരച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിനകത്ത് ഒരു കുത്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ 2 എണ്ണം ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങണം കേട്ടോ. അപ്പോൾ ഇതിനെ ഫാൻ സ്റ്റിച്ച് എന്നും പറയൂ കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ രണ്ടാമത്തെ ലൈനിലാണ് കേട്ടോ കുത്തിയെടുക്കുന്നത്. രണ്ടാമത്തെ റൗണ്ടിലാണ് കുത്തിയെടുക്കുന്നത്. അതിനുശേഷം മൂന്നാമത്തെ ലൈനിൽ കുറച്ച് മാറിയിട്ട് നമ്മൾ ഹെറിബോൺ സ്റ്റിച്ച് ചെയ്തില്ലേ, അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് സൂചി കുത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുത്തിയതിന് ശേഷം കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് സൂചി മുകളിലേക്ക് തന്നെ കുത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നൂല് ശരിക്കും അതുപോലെ തന്നെ ഇടാം കേട്ടോ. എന്നിട്ട് നമ്മൾ സെൻറ്ററിനകത്ത് കുത്തിയിട്ട് രണ്ടാമത്തെ പോയിന്റിലേക്ക് കുത്തിയെടുക്കുക. അപ്പോൾ സൂചിയുടെ അടിയിൽ വരണം നൂല്, അതുപോലെ ചെയ്തിട്ട് നമുക്ക് സൂചി പൊന്തിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റിച്ച് ഇതുപോലെ തന്നെ ഹെറിബോൺ പോലെ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരെ സെൻറ്ററിലെ പോയിൻറ്റിനകത്തേക്ക് സൂചി കുത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ കുത്തുമ്പോൾ സൂചി മുകളിലേക്ക് കുത്തി കൊടുക്കുന്നത് രണ്ടാമത്തെ പോയിന്റിലേക്ക് കേട്ടോ, രണ്ടാമത്തെ റൗണ്ടിലേക്ക്. അപ്പോൾ സൂചി മുകളിൽ വരുന്ന രീതിയിലും നൂലടിയിൽ വരുന്ന രീതിയിലായിരിക്കണം ഇരിക്കേണ്ടത്. അതുപോലെ ഫുള്ളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഹെറിബോൺ സ്റ്റിച്ച് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയിൽ കിട്ടും. നമ്മൾ അതിശയം തോന്നും ഇത് എങ്ങനെയാണ് ചെയ്തത്, എന്തൊരു ഭംഗിയാന്നുള്ള രീതിയിൽ തോന്നിക്കുന്ന രീതിയിലുള്ളൊരു സ്റ്റിച്ച് കേട്ടോ. അപ്പം ഞാൻ ചെയ്തത് അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അതുപോലെയാണ് സ്റ്റിച്ച് കഴിയുമ്പോൾ കിട്ടുക കേട്ടോ. ബ്ലൂ കളറ് നൂല് വെച്ചിട്ടാണ് ഞാനിവിടെ ചേമന്തി സ്റ്റിച്ച് ചെയ്യണേ കേട്ടോ. അപ്പം നമുക്ക് ഇഷ്ടമുള്ള കളറ് നൂല് ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നതാണ്. 3 ഇഴ നൂലിനകത്താണ് കേട്ടോ ചെയ്തെടുക്കണത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് ചെയ്യുന്നത് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ഹെറിബോൺ ചെയ്യണുണ്ടല്ലോ ഇതിൻ്റെ ഇടയിൽ, ആ ഹെറിബോണിന് ഗ്യാപ്പ് അധികം കൊടുക്കാണ്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഗ്യാപ്പ് അധികം ഇല്ലാത്തതാണ് കൂടുതൽ ഭംഗിയാവുക. ഒരുപാട് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഭംഗി കുറയും കേട്ടോ. അപ്പോൾ അധികം ഗ്യാപ്പ് ഇല്ലാണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ചെയ്ത് കഴിയുമ്പോൾ ഒരു ഫാനിൻ്റെ മോഡലിലൊക്കെ ആയിട്ട് ഇത് വരും കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ചെയ്യുമ്പോൾ നൂല് കെട്ടാവാണ്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അത്യാവശ്യത്തിന് ഇപ്പോൾ ചേമന്തി എന്ന് പറയുമ്പോൾ ഒരു റൗണ്ട് ഫുള്ളും കംപ്ലീറ്റ് ആവുന്ന രീതിയിൽ വരണമല്ലോ. അപ്പോൾ നൂല് കഴിഞ്ഞു പോവുകയാണെങ്കിൽ അങ്ങനെ എടുക്കാണ്ട് കറക്റ്റ് ഇത്തിരി കൂടുതൽ നൂലെടുത്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോഴായിരിക്കും കൂടുതൽ ഭംഗി ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഒറ്റ റൗണ്ടിൽ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. ഇപ്പം നൂല് കഴിഞ്ഞു പോയെന്ന് വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ല. നൂല് കഴിയാണ്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതുള്ളൂ എന്ന് കരുതിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും. അപ്പം നമ്മൾ ഉള്ളിലത്തെ റൗണ്ട് ഒരെണ്ണം വരച്ചില്ലേ, 2 രൂപ കോയിൻ വെച്ചിട്ട് ഒരു വലിയ റൗണ്ട് വരച്ചു. അതിനുശേഷം അതിൻ്റെ സെൻറ്ററിനകത്ത് ചെറിയൊരു റൗണ്ട് വെച്ചില്ല. അപ്പം അതിന് നമ്മൾ കറക്റ്റ് റൗണ്ടുള്ളത് വരയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. അപ്പം എനിക്ക് റൗണ്ട് ചെയ്യാൻ ചെറിയൊരു സാധനമൊന്നും കിട്ടിയില്ല. അപ്പം ഞാൻ കൈ കൊണ്ടാണ് കേട്ടോ വരച്ചത്. അതുകൊണ്ട് കറക്റ്റ് ഷേപ്പ് തന്നെ നോക്കാം കേട്ടോ കിട്ടാൻ വേണ്ടിയിട്ട്. റൗണ്ടിന് കറക്റ്റ് ഷേപ്പ് ഉണ്ടായാലേ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ സെൻറ്ററിനകത്തേക്ക് താഴ്ത്തിയിട്ടായിരിക്കും സ്റ്റിച്ച് കിട്ടുക കേട്ടോ ലാസ്റ്റത്തെ. അത് നമ്മൾ രണ്ടാമത്തെ സെൻറ്ററിലേക്ക് സൂചി കുത്തിയെടുത്തതിന് ശേഷം അതിനൊന്ന് ഉറപ്പിക്കുക അടുത്ത സ്റ്റിച്ചിലേക്ക് ആകുന്ന രീതിയിൽ. അപ്പോൾ എവിടെയാണോ നമ്മൾ തുടങ്ങിയത് അവിടെ തന്നെ അവസാനിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ താഴേക്ക് സൂചി എടുത്തതിന് ശേഷം കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. സൂചി ഒന്ന് കറക്റ്റായിട്ട് നമ്മൾ എങ്ങനെയാണോ ചെയ്ത് തുടങ്ങിയത് അതുപോലെ ആവുന്ന രീതിയിൽ രണ്ടാമത്തെ റൗണ്ടിനകത്തേക്ക് കുത്തിയിട്ട് താഴ്ത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ കെട്ടിട്ട് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള നൂല് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതാ ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഫ്രണ്ടിൽ ഇതുപോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഒരുപാട് വലിച്ചിട്ട് ചെയ്യാണ്ട് നോക്കാം. പാകത്തിന് വലിവൊക്കെ കൊടുക്കാം കേട്ടോ. ഒരുപാട് വലിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റിച്ച് മാറിപ്പോവും. അതുപോലെ ഞാൻ രണ്ടും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു മോട്ടീഫിനകത്ത് ഡിസൈനൊക്കെ വരച്ചിട്ട് റിങ്ങിനകത്ത് സെറ്റ് ചെയ്തിട്ട് കാണാം കേട്ടോ.
അപ്പോൾ ഇതേ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനൊരു ചെട്ടുമല്ലിയുടെ ഒരു മോഡൽ ഒരു ചിത്രമാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. 4 പൂക്കളും ഇത്തിരി വലിയ സൈസ് ഇലകൾ പോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ചേമന്തി സ്റ്റിച്ച് ഓറഞ്ച് കളർ ത്രെഡ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഓരോരോ സ്റ്റിച്ചസ് ആയിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് അതിൻ്റെ ഇലകൾക്ക് ഫിഷ് ബോൺ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് അതേ ഷേപ്പിന് തന്നെ വരച്ചതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. എന്നാലേ കൂടുതൽ ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഇനി അതിൻ്റെ തണ്ടുകൾ നമുക്ക് സ്റ്റെം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സ്റ്റെം സ്റ്റിച്ച് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കാം കേട്ടോ. അതുപോലെ തന്നെ ഫിഷ് ബോൺ സ്റ്റിച്ചും ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും കണ്ടു നോക്കാം. അപ്പോൾ ആദ്യത്തെ പൂവ് ഞാൻ ഓറഞ്ച് കളർ ത്രെഡ് വെച്ചിട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഒരു പൂവ് കംപ്ലീറ്റ് ആയതിന് ശേഷം നമുക്ക് കെട്ടിട്ട് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള 3 പൂക്കളും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നൂലിടണത് കറക്റ്റ് എപ്പോഴും ശ്രദ്ധിക്കുക. നൂല് ഇടുമ്പോൾ സൂചിയുടെ അടിയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പുറത്തെ സൈഡിലേക്ക് ഇട്ടാൽ സ്റ്റിച്ച് മാറിപ്പോവും. അപ്പോൾ ആദ്യത്തെ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പൂക്കളും ചെയ്തെടുത്തിട്ട് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതേ ഞാൻ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.